കനവുകൾ പൂക്കുന്ന കനോലി ബാൻഡ് സെറ്റ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി. കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം പ്രദർശന വിജയം നേടി 2ാം വാരത്തിലേക്ക് കടന്നു. ജീൻ ലക്ക് ഗൊഡാൾഡ് സിനിമയെ പറ്റി പറഞ്ഞ ഒരു വാചകമുണ്ട്: സിനിമ ഈസ് എ ഹാഫ് വേ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ആർട്ട്. അതിഭാവുകത്വത്തിന്റെ ആകാശക്കോട്ടയിലേക്കും അമാനുഷികതയുടെ വിഭ്രമ കാഴ്ചയിലേക്കും ലൈംഗിക അരാജകത്വത്തിലേക്കും സിനിമ പ്രേക്ഷകരെ കണ്ണുകെട്ടി നയിച്ച അരക്ഷിതാവസ്ഥയിലാണ് മലയാളി സിനിമയെ ഉപേക്ഷിക്കാൻ തുടങ്ങിയത്. ജീവിതവും കലയും ഇഴുകിച്ചേർന്ന പുതിയ സിനിമകൾക്ക് കാത്തിരിക്കുന്ന പ്രേക്ഷക സമൂഹത്തിലേക്ക് വെസ്റ്റേൺ ബ്രീസ് പിക്ചേഴ്സിന്റെ ബാനറിൽ ബാബു കാരാട്, CK സുന്ദർ എന്നിവർ നിർമ്മിക്കുന്ന കനോലി ബാൻഡ് സെറ്റ് എന്ന സിനിമ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാലത്തെ അഭിമുഖീകരിക്കാതെ ഒരു കലാസൃഷ്ടിക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെയാണ് പുതിയ പ്രതീക്ഷയായി ഈ സിനിമ വന്നിരിക്കുന്നത്. താരാരാധന പതിവില്ലെങ്കിലും മലയാളത്തിന്റെ മഹാനടൻ ജയന്റെ മരണമുണ്ടാക്കിയ ശൂന്യതയും നഷ്ടബോധവും നെഞ്ചിലമർത്തിയ 80കളിലെ കേരളീയ ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു ബാൻഡ് സെറ്റിലെ യുവാക്കളുടെ സൗഹൃദത്തിലൂടെയാണ് സിനിമ നീങ്ങുന്നത്. കൗമാരഭാവനയും യൗവന ചോദനകളും ലഹരിയിൽ മാത്രം അധിഷ്ഠിതമാണെന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കുന്ന മറ്റ് സിനിമകളിൽ നിന്നും കനോലി ബാൻഡ് സെറ്റ് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ ആഖ്യാന പുതുമയിലാണ്. ഇടത്തെ നെഞ്ചിലെ കറുത്ത മറുകുള്ള പേരറിയാത്ത ഒരു പെൺകുട്ടിയെ തേടിയുള്ള കഥാനായകനായ സോമന്റെ യാത്രയും അതിന് പിന്നാലെ ഉണ്ടാകുന്ന സംഘർഷഭരിതമായ സംഭവ വികാസങ്ങളും സംവിധായകൻ ഗൗതം രവീന്ദ്രൻ തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. കുട്ടനാടൻ ഗ്രാമങ്ങളുടെ കഥ പറയുന്ന കയറിലെ ഓർമ്മകളും ഖസാക്കിന്റെ ഇതിഹാസത്തിലെ ഗ്രാമീണ ഗന്ധവും ഈ സിനിമയ്ക്ക് താളമേകുന്നുണ്ട്. മലയാളിയുടെ മനസ്സിൽ തലോടലേൽക്കാൻ കൊതിക്കുന്ന കായലും റേഷൻ കടയും ചായപീടികയും മീൻ പിടിക്കലും ഒരു നഷ്ടബോധത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിറഞ്ഞു നിൽക്കുകയാണ്. ഗ്രാമവിശുദ്ധിയെ വെള്ളപൂശാതെ ജീവിതത്തിന്റെ പ്രണയവും പകയും പങ്കുവെക്കലും കൂടി ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. താരമൂല്യത്തിന്റെ കച്ചവട താല്പര്യങ്ങളെപ്പറ്റിയും ബോക്സ് ഓഫീസ് വിജയങ്ങളുടെയും 10 കോടി ക്ലബിന്റെ നിർമ്മിത വാർത്തകളെ പറ്റിയും ആശങ്കപ്പെടാതെ നന്മയുടെയും ഗ്രാമവ്യവസ്ഥകളുടെയും കഥ പറയുന്നു എന്നതാണ് കനോലി ബാൻഡ് സെറ്റിന്റെ പ്രത്യേകത. കഥാപാത്രങ്ങൾ അഭിനയിക്കുമ്പോൾ സിനിമ പരാജയപ്പെടും, അവർ ജീവിക്കുമ്പോഴാണ് സിനിമ വിജയിക്കുന്നത്. ഒരേപോലെ ജീവിത വ്യതയും വിപണന സാധ്യതയും കോർത്തിണക്കിയ ഈ സിനിമ തിയേറ്ററുകളിലേക്ക് തിരിച്ചുപോക്കിന് പ്രേക്ഷകന് കരുത്ത് നൽകുകയാണ്. ഇന്ദ്രജിത്ത് എസിന്റെ ഹൃദ്യമായ കാഴ്ചഭംഗിയും മനോഹരമായ ഗാനങ്ങളും മലയാളിക്ക് പ്രിയപ്പെട്ടതാകും. റോഷൻ ചന്ദ്ര, ലിഷ പൊന്നി, മേഘനാഥൻ, NR ലജീഷ്, കമല മോഹൻ, സാജു കൊടിയൻ എന്നിവർക്കൊപ്പം സുനിൽ പരിയാപുരം, രാജീവ് മാസ്റ്റർ, പ്രഭാകരൻ കാട്ടുങ്ങൽ എന്നിവർ ഈ സിനിമയുടെ ഭാഗമാകുന്നത് ഇരട്ടി സന്തോഷമുണ്ട്. കനോലി ബാൻഡ് സെറ്റ് തിയേറ്ററുകളിലേക്കുള്ള മലയാളിയുടെ മടക്കയാത്രയ്ക്ക് കരുത്തു പകരുകയാണ്. ചെമ്പകഗന്ധമുള്ള പുതിയ സിനിമ ഹൃദയത്തിലേക്ക് പരക്കുകയാണ്. കണ്ണുകളിൽ നിന്ന് കരളിലേക്ക് കരകവിയുന്ന പുതിയ സിനിമ സംസ്കാരത്തിന്റെ പിറവിക്ക് കനോലി ബാൻഡ് സെറ്റ് തുടക്കമിടുകയാണ്. തിയേറ്ററുകളിലെത്തി പ്രദർശന വിജയം നേടുന്ന ചിത്രത്തിന് വിജയാശംസകൾ നേരുകയാണ്. ചിത്രം 2ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്നു. 1 2 3 4 അതെ, ഒരു തെങ്ങിന് ഒരു പരിപ്പ് വട, നമ്മൾ തമ്മിലുള്ള കരാർ അതാ. അതാണ് സോമൻ, ട്രംഫിറ്റ് സോമൻ. ട്രംഫിറ്റ് വായിക്കുന്ന കേട്ടാ നമ്മള് തരിച്ചു പോകും. വിട്ടുപോയി ഇയാളുടെ പേര് ചോദിക്കാൻ. എന്താ പേര്? ആശാനെ, പോയവര് പോയി. മറ്റൊരു തരത്തിൽ പറഞ്ഞ നമ്മളും കലാകാരന്മാരാ. തറവാട്ടുമുറ്റത്ത് വന്നേ എന്റെ ട്രംപിന്റെ ഒരു നാദം വായിച്ച അവൾ എന്റെ കൂടെ ഇറങ്ങി വരും. ഒന്ന് കഷ്ണങ്ങളാക്കി കനോലിപ്പുഴയിൽ അറിയാൻ മനസ്സിന് മുറിവേറ്റവർക്കുള്ള ഔഷധാടാ ഇതാപ്പ നിനക്ക് വേണ്ടത്. നീ അതുകൊണ്ടോ അങ്ങ് ദൂരെ കനോലിക്കക്കരെ വിളിച്ച ആ വീടുകളിൽ ഏതിലോ ഒന്നിലാവുള്ളൂ.